വിവാദങ്ങൾക്കിടെ അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് മാധ്യമ വിലക്ക് ഏർപ്പെടുത്തി. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നാണ് നിർദ്ദേശം. അതിനിടെ ഓഫീസിലെ CCTV ക്യാമറകളെ ചൊല്ലിയും വരവ് ചെലവ് കണക്കുകളിലെ സുതാര്യതയെ ചൊല്ലിയും ഒരു വിഭാഗം അംഗങ്ങൾ രംഗത്തെത്തി. ഭരണസമിതി പരദൂഷണ സമിതിയായി മാറിയെന്നും പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്നും മല്ലിക സുകുമാരൻ ആവശ്യപ്പെട്ടു. അൻസിബയുടെയും നീനാക്കുറുപ്പിന്റെയും ആരോപണങ്ങൾ പരദൂഷണമല്ല എന്നും അംഗങ്ങളെ ഒന്നും അറിയിക്കാത്ത നേതൃത്വത്തിനാണ് വീഴ്ചയെന്നും മാലാ പാർവതി പറഞ്ഞു. ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച അൻസിബ പോലീസിൽ പരാതി നൽകണമെന്ന് നടൻ ജോയ് മാത്യു. വളരെ സൗമ്യമായിട്ട് പറയുകയാണ്, ഇപ്പോഴത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ഒരു മനുഷ്യർക്ക് അമ്മയെ തുടരാൻ താല്പര്യമില്ല. ഇത് പിരിച്ചുവിട്ട് ദൈവത്തെ വിചാരിച്ച് വേറെ ഒരു പുതിയ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുക. അൻസിബ പറഞ്ഞ 100% കാര്യങ്ങളും ഞാൻ അൻസിബയുടെ കൂടെയാണ്. അൻസിബ പറയുന്നത് ലോജിക്കലാണ്. അൻസിബ കളം മാറി അൻസിബയുടെ സ്വന്തം അഭിപ്രായം പറഞ്ഞു തുടങ്ങിയപ്പോൾ പിടിച്ചില്ല. അതേസമയം ജനറൽ സെക്രട്ടറി ഫോൺ എടുക്കുന്നില്ല. കുക്കു മോശമാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ കുക്കുവിന് ചില കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ ശരിക്കുള്ള പരാതിയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ കുട്ടി പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്, ഈ സംഘടനയിലല്ല. ഒരാളെ വർഗീയവാദി എന്നൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രൈം. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, മാധ്യമ വിലക്കുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല അമ്മയിലെ പ്രശ്നങ്ങളെന്നാണ് അതിലെ അംഗങ്ങൾ തന്നെ തുറന്നു പറയുന്ന കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധു, എലിയെ പേടിച്ച് ഇല്ലം ചുട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാധ്യമ വിലക്ക് എന്ന കേവലമായ എന്തെങ്കിലും ഒരു പ്രയോഗം കൊണ്ടോ തീട്ടൂരം കൊണ്ടോ പ്രശ്നപരിഹാരമാവുകയില്ല. കാരണം ആ സംഘടന സമ്പൂർണ്ണമായും താറുമാറായ അവസ്ഥയിലാണ്. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അതിന്റെ ഭാരവാഹികൾക്കോ പരസ്പരം യാതൊരു വിശ്വാസവും ഉണ്ടാകുന്നില്ല. പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവരുടെ ആരോപണങ്ങൾ തുടർച്ചയായി ഉന്നയിക്കുന്നു. ആദ്യം വ്യക്തിപരമായ ചില ആരോപണ പ്രത്യാരോപണങ്ങളിൽ തുടങ്ങിയതാണ്. അത് പിന്നീട് അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ആരോപണങ്ങളിലേക്ക് വളർന്നു എന്നത് കാണാം. അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ ആരോപണങ്ങളുണ്ട്. അതിൽ ക്രമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നു, സുതാര്യതയില്ല എന്ന് തുടങ്ങി അങ്ങോട്ടേക്ക് ഗുരുതരമായ ആരോപണങ്ങളിലേക്ക് പോകുന്നു. പലരെയും വേട്ടയാടുന്നു എന്ന നിലയ്ക്കുള്ള ആരോപണവും ഒരു വശത്ത് നിൽക്കുന്നു. ആ ഘട്ടത്തിലാണ് മല്ലിക സുകുമാരനൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതായത് ഈ സംഘടനയുടെ തുടർച്ചയ്ക്ക് നിലനിൽപ്പിന് മുന്നോട്ടുള്ള പോക്കിന് ആ നിലയിലുള്ള നടപടി വേണം എന്ന് ആവശ്യപ്പെടുന്നു. അതേസമയം അൻസിബയുടെ ഗുരുതരമായ ആരോപണവും പരാതിയുണ്ട്. അങ്ങനെയെങ്കിൽ അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം എന്ന് പറയുന്ന ആളുകളുമുണ്ട്. പ്രധാനപ്പെട്ട മറ്റു പല മുതിർന്ന താരങ്ങളും ഇതുവരെ യഥാർത്ഥത്തിൽ സമ്പൂർണ്ണമായി സജീവമായി ഇടപെട്ട് തുടങ്ങിയിട്ടില്ല എന്നൊരു പ്രശ്നം കൂടി ഈ വിഷയത്തിൽ കാണുന്നുണ്ട്. മാലപാർവതിയെ പോലുള്ള ആളുകൾ, മല്ലിക സുകുമാരനെ പോലുള്ള ആളുകൾ, ജോയ് മാത്യു, അങ്ങനെ വളരെ കുറച്ച് പേരാണ് ഇപ്പോൾ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടുള്ളത്. മറ്റുള്ള ആളുകൾ ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ജനറൽ ബോഡിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചയാകും. പക്ഷേ ആ സംഘടന അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഗുരുതരമായ സംഘടനാ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ഭരണസമിതി എന്ന് പറയുമ്പോൾ ആ ഭരണസമിതി ഒരു തല്ലുകൂടുന്ന ഭരണസമിതി എന്ന നിലയ്ക്ക്, അപ്പോൾ ഭരണസമിതി തല്ല് സമിതിയായി മാറി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അതിൽ പരിഹാരം എന്ത് എന്നത് ഇനിയിപ്പോൾ ജനറൽ ബോഡി മീറ്റിംഗിൽ ചർച്ച ചെയ്ത ഒരു പരിഹാരത്തിലേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പോൾ പിരിച്ചുവിടണം എന്നൊരു വിഭാഗം ബാധിക്കുന്നു, മറുവിഭാഗം അതിൽ സമവായത്തിന്റെ സാധ്യത തേടണം എന്നും ആവശ്യപ്പെടുന്നു. അപ്പോൾ എന്താണ് പ്രശ്നപരിഹാരം എന്നത് ചോദ്യമുണ്ട്. അവിടെ സ്ഥാപിച്ച CCTV ദൃശ്യങ്ങൾ തുടങ്ങി CCTV സ്ഥാപിച്ചതിനെ ചൊല്ലി സാമ്പത്തിക ഇടപാടിനെ വരെയുള്ള തർക്കങ്ങളാണ്. അങ്ങനെ വല്ലാത്തൊരു താറുമാറായ അവസ്ഥയിലാണ് കാര്യങ്ങൾ. സജോ ദേവസ്യ വിവരങ്ങൾ നൽകിയത്.